വിജയേട്ടനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. കോഴിക്കോട് കനന്തൂരുള്ള വിജയേട്ടൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെ വിജയേട്ടനും മോളും ഉണ്ട്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മളുടെ ചാനലിലൂടെ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. വെൽക്കം ടു സീ വിത്ത് എലിസ. കക്ഷിയവൻ തന്നെ, ആ സീഡിക്കാരൻ പയ്യൻ. ബേബിക്കുട്ടി ചോദിച്ചപ്പോ അവൻ ആദ്യം ഉരുണ്ട് കളിക്കുകയായിരുന്നു. ASI ഒരുത്തനുണ്ട്, ഒരു പാലാക്കാരൻ. അവൻ നന്നായൊന്ന് പെരുമാറിയപ്പോ പയ്യൻ തത്ത പറയും പോലെ അങ്ങ് പറഞ്ഞു. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ. സുഖായിരിക്കുന്ന? നല്ല മഴയല്ലേ കോഴിക്കോട്? ഇന്ന് റെഡ് അലേർട്ട് ആയിട്ട്. കോഴിക്കോട് മാത്രല്ല എല്ലായിടത്തും മഴയാണ്. 2018 ആവർത്തിക്കുമെന്നൊക്കെയുള്ളൊരു പേടിയിലാണ്. അങ്ങനെ ഒരു ചിന്തയിലാണ്. അതിന്റെ മുമ്പേ കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ട് മുങ്ങിപ്പോയാലും കുഴപ്പമില്ല എന്നുള്ള അതാണ് ചിന്ത. അതെ അതെ അല്ലേ? പക്ഷെ നമ്മള് മുങ്ങിയാലും നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് മുങ്ങിയാ മതി. നമുക്ക് ചെയ്യാനെല്ലാം തീർത്ത് അല്ലേ? സന്തോഷത്തോടെ സംതൃപ്തിയോടെ. അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി ഇല്ല അപ്പൊ അല്ലേ? ചേച്ചി പുറത്താണുള്ളത്. മീറ്റിങ്ങിന് പോയി. അതെ അതെ അതെ. പിന്നെ എന്താ വിജയന്റെ ഇപ്പം അസുഖമൊക്കെ മാറി പൂർണ്ണ? ഞാന് 1.5 വർഷമായി. 2022 ഡിസംബർ 15 ആ ഒരു എന്താ പറയാ ഒരു പുനർജന്മം നടന്നു. അന്ന് എല്ലാരും അത് പേടിപ്പിച്ചു കളഞ്ഞു. എല്ലാവരും അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും പേടിച്ചു. പക്ഷെ പിന്നെ എനിക്ക് അതിനൊരു ധൈര്യം കിട്ടി. ഓവർകം ചെയ്യാൻ. ലൈഫിൽ ഓരോരോ ഘട്ടങ്ങളല്ലേ, പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോഴാണല്ലോ മനുഷ്യനാകുന്നത്. അല്ലാതെ പ്രതിസന്ധിയൊക്കെ പേടിച്ച് വിറച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ. അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എത്ര സിനിമ? അത് വിരലെണ്ണാവുന്ന സിനിമകളെ പിന്നെ ചെയ്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റില് ചെയ്തതാണ് തലവൻ. തലവൻ ഒരു സൂപ്പർ ഹിറ്റായി. എന്റെ വേഷവും അതില് ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമായി. അതിനുശേഷം പിന്നെ 1-2 ചെറിയ സിനിമകള്, കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ അല്ലാതെ. പക്ഷെ സിനിമ നടക്കാനായിട്ടല്ല, മലയാളത്തിൽ ഇഷ്ടംപോലെ സിനിമകൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ വിളിക്കുന്നില്ല. അതൊരു വലിയൊരു പരിഭവം മാത്രമല്ല, ഒരു പേടിയും കൂടിയാണ്. വേറൊന്നും ചെയ്യാനില്ലല്ലോ ഇനിയിപ്പോഴും. ഈ 60 വയസ്സ് ആയ ഘട്ടത്തിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? വേറെ വലിയൊരു അധ്വാനമൊന്നും ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല നമ്മളൊരു ക്രൈസുമാണ്, അതേസമയം തന്നെ നമ്മളൊരു ഉപജീവനം കൂടിയാണ് ഈ അഭിനയം എന്ന് പറയുന്നത്. അപ്പം വിളിക്കാനുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട്, കാണാനുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്, പ്രതീക്ഷ ഉണ്ട്. എന്നാലും ഇങ്ങനെ ദിനം പ്രതി ഓരോ സിനിമകൾ തുടങ്ങുന്നതിൻ്റെ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഉള്ളിലൊരു വല്ലാത്തൊരു അങ്കലാപ്പ. എന്തുകൊണ്ടാണ് നമ്മൾ അതിലില്ലാത്തത്? പറയുമ്പോ എല്ലാവരുമായിട്ട് നമുക്ക് പരിചയമുണ്ട്. 10-20 വിളിക്കാറുണ്ട്. ഞാൻ നമ്മളെ കാര്യമാണല്ലോ, അല്ലാതെ നമ്മൾ ജാട ഇതാക്കിയിട്ട് അവർ വിളിക്കുന്നെങ്കിൽ വിളിക്കേണ്ട കഴിയില്ല. അപ്പൊ അത് പക്ഷെ വരും തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ നമ്മൾ ആകെ തകർന്നു പോകും. തീർച്ചയായിട്ടും മൂലയിലായിപ്പോയി എന്ന് നമ്മൾ നാട്ടൻ ഭാഷയിൽ പറയുമ്പോൾ ഓഹനൊരു മൂലത്തിലായിട്ടോ എന്ന് പറയുന്നത് അല്ലല്ലോ. അല്ല, അവന് വരും എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഇരിക്കുന്നത്. വരും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഗ്യാപ്പ്, വലിയൊരു ഗ്യാപ്പ്. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. അതാണ് അത് നിരന്തരം അങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ആളുകൾക്ക് ഓർത്തോണ്ടിരിക്കും. ഇതിപ്പോ ഒരു 1.5 വർഷത്തോളം ഞാൻ ഈ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട്, 2 വർഷത്തോളം ആ ഒരു ഗ്യാപ്പ് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതൊന്ന് റെഡിയായി വരണം. അല്ല, വിജയേട്ടനെ കണ്ടു തുടങ്ങുമ്പോ സിനിമകൾ ഇങ്ങനെ വന്നു. ഇപ്പൊ തലവൻ വന്നു. അപ്പൊ അത് കാണുന്നവർക്ക് അറിയാമല്ലോ, ഓക്കെ അദ്ദേഹം തിരിച്ചെത്തി, ഷൂട്ടിനൊക്കെ വന്നു തുടങ്ങി എന്നുള്ളത് അറിയാലോ. കണ്ടുവരുമ്പോ തന്നെ അവസരങ്ങള് വന്നോളും. അതിന്റെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല എന്നല്ല. തലവൻ ഇറങ്ങിയിട്ട് ഇപ്പോഴും 50-ാം ദിവസം ഈ 20-ാം തീയതി എറണാകുളത്ത് ആഘോഷിക്കാൻ പോയി. ഈ 50 ദിവസമായിട്ടും അതിന്റെ ഒരു ബലത്തിലൊരു വിളി വന്നിട്ടില്ല എന്നുള്ള ഒരു സിനിമയിലേക്ക്. ലാസ്റ്റ് ചെയ്തത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഒരു ചെറിയ സിനിമ കോഴിക്കോട് നടന്നേക്കാണ്. ഒറ്റ ദിവസമായിരുന്നു. അങ്ങനെ പക്ഷെ അങ്ങനെ നമ്മളുണ്ടല്ലോ, അത് മനുഷ്യ സഹജമാണ്. ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ച് പിന്നെയൊന്നും വരുന്നില്ല, അവിടെയൊക്കെ തട്ടി തെറിക്കുമ്പോൾ നമ്മൾ വല്ലാതെ സ്വയം ചോദിക്കും, നമ്മളെ ആർക്കും വേണ്ടേ എന്നുള്ള വല്ലാത്തൊരു ഡെസ്പായിട്ടുള്ളൊരു സംഭവം വരും. അത് മനുഷ്യ സഹജമാണ്. മാത്രമല്ല അതിനെ ഓവർകം ചെയ്യുന്നതും മനുഷ്യന്റെ ഒരു ഇതാണ്. വരും എന്നുള്ളത്. അപ്പൊ അങ്ങനെ വിശ്വസിച്ച് പോവാ. അവാർഡ്സ് ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് അല്ലേ? ഇവിടെ കോഴിക്കോട് വന്നപ്പോ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഇവിടെ എല്ലാവരുടെ വീട്ടിൽ ചെന്നാലും കുറെ കപ്പലുകളുണ്ടല്ലോ.
അത് കോഴിക്കോടിന്റെ ചരിത്രത്തിൽ കപ്പലിന് വലിയൊരു സ്ഥാനമുണ്ട്. അതായത് വാസ്കോഡഗാമ വന്നിറങ്ങി അതിന്റെ സ്മരണയായിട്ടായിരിക്കും ഇതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് മെമന്റോസ് തരുന്നതാണ്. ഞാൻ നമ്മുടെ മാമുക്കാന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ കപ്പലിന്റെ ബഹളമാണ്. അപ്പൊ അവര് പറഞ്ഞു പ്രത്യേകിച്ച് അവിടെ ഒരു ഉരു ഉരു നമുക്ക് പറയുമ്പോ നമ്മൾ ബേപ്പൂര് ഉരു അത്. പക്ഷെ മാമുക്കൊന്നും ഇല്ലാത്തത് വല്ലാത്തൊരു നഷ്ടാട്ടോ ശരിക്കും. അതെ, ഞങ്ങള് എവിടെ ചെന്നാലും ഇപ്പൊ മാമുക്കൊക്കെ ഉള്ള ഒരു സെറ്റിൽ വല്ലാത്തൊരു കെയറിങ് ഉണ്ടായിരുന്നു. മാത്രല്ല രാത്രിയൊക്കെ ഇരുന്ന് ഞങ്ങൾ ചീട്ട് കളിക്കുകയോ അങ്ങനെ തമാശ പറയും. മാത്രല്ല മൂപ്പരെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്ന അവസാനം ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച് ഈ പറഞ്ഞ ഓളോദ്യത്തില്. അന്നൊക്കെ ലേശം പുള്ളി മൈത്ര ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആംബുലൻസിൽ അവിടെ വന്നിട്ട് തൊടുപുഴ വന്നിട്ട് തൊടുപുഴ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് രാവിലെ വരും, രാത്രി അങ്ങോട്ട് തന്നെ പോകും. ഡെഡിക്കേഷൻ. അതാണ് കാരണം അത്രയും ഒരു ലഹരിയാണ് അഭിനയം എന്ന് പറയുന്നത്. മാറി നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് വിജയേട്ടനും ഇങ്ങനെ അടുത്തത് ഏതാണ് ചിന്ത വരുന്നത്. പണ്ട് നമ്മുടെ ജയരാജേട്ടന്റെ ഒരു മൈം ഷോ ഒക്കെ ഉണ്ടായില്ലേ, ആ ടീമിൽ ജയരാജേട്ടനുണ്ടോ? ഉണ്ട് അല്ലേ? വിജയേട്ടനും ഉണ്ട്. നിങ്ങള് വിജയേട്ടനും പിന്നെ ജയരാജേട്ടനും ജോയ് അല്ലേ, ജയമാത്ത സാറും എല്ലാരും കൂടെ ആയിരുന്നു അത്? ജോയേട്ടനില്ല, ഇല്ല. ഞങ്ങള് കുറച്ച് തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്. നരനിലെ നമ്മുടെ ക്യാരക്ടറിന്റെ പേര് ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തായിരുന്നു? ബ്രോക്കർ ഗോവിന്ദൻ. ഇതൊരു ക്വിസ് പോലെ നമുക്ക് പോവായിരുന്നു. ഞാൻ അടുത്ത സിനിമ ചോദിക്കട്ടെ. ഇനി എന്താണ് രസതന്ത്രത്തിലേത്? എന്താ പറയാ, CI എന്ന് പറഞ്ഞാല് CI സൈമൺ ആണ്. അത് നമ്മളുടെ എന്താ പറയാ, എന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് ആ കുട്ടി മിസ്സാകുന്നത്. എന്റെ നായികയായിട്ട് അതില് രശ്മി പിന്നെ നമ്മളുടെ അച്ചുവിന്റെ അച്ചുവിന്റെ അമ്മയില് ഞാന് അതായത് ഇന്നസെന്റ് ഏട്ടന്റെ ഒരു പെങ്ങളുടെ ഭർത്താവ് അളിയൻ. അത് നല്ല സംഭവമായിരുന്നു. പക്ഷെ തിയേറ്ററിൽ വന്നപ്പോഴേ കുറെ സംഭവങ്ങൾ കട്ടായി. പക്ഷെ എപ്പോഴും ഇതില് വരുമ്പോഴുണ്ട്, ചാനലിലൊക്കെ വരുമ്പോഴുണ്ട്. പിന്നെ മേരിക്കുണ്ടൊരു കുഞ്ഞാടില് സുധാകരൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പച്ചക്കറി കടക്കാരനാണ് ആ കവലയിലുള്ള. അയാളെ കെട്ടിട്ട് ഒരു നന്നായി രസമായിട്ട്. ഷാഫിഖാൻ എനിക്ക് മറക്കാൻ പറ്റില്ല. ഷാഫിഖാന്റെ സിനിമ മിക്കവാറും എല്ലാ സിനിമയിലും ഞാൻ അത് പരിചയപ്പെട്ടതിന് ശേഷമുള്ള സിനിമകളിലൊക്കെ ഞാനുണ്ട്. അതായത് മായാവി, ഇത് ഈ കുഞ്ഞാട്, അതുപോലെ എന്താണ് ഷെർലക് ടോംസ്, അങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. സിനിമകളാണ്. പിന്നെ പുണ്യാളനഗർബത്തീസ് നല്ല ഒരു വേഷമാണ്. അപ്പൊ ഇപ്പം നമ്മള് മലയാളത്തില് പലരും സ്ലാങ് പിടിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോ അടുത്ത് നമ്മളൊരു സുഹൃത്ത്, പേരൊന്നും ഞാൻ പറയുന്നില്ല, സുഹൃത്തൊരു സിനിമ ചെയ്തു. അപ്പോൾ തിരുവനന്തപുരത്ത് ആണ് ഷൂട്ട്, ഏറ്റവും അടുത്തൊക്കെ നമ്മള് ഒരുപാട് അങ്ങനെ അതിപ്പം ബന്ധമുള്ള തിയേറ്ററൊക്കെ ആയിട്ട് ബന്ധമുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു, വിളിച്ചിട്ടൊന്ന് ഞാനൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ വേറൊരുത്തം വിളിച്ചപ്പോൾ പറഞ്ഞു അത് തിരുവനന്തപുരം സ്ലാങ് ആണ്. അപ്പോൾ പറയും തിരുവനന്തപുരത്തുകാര്. ഞാൻ ചോദിച്ചു മറ്റേ ഇപ്പോൾ ഇന്നസെന്റ് ഏട്ടനയിൽ അഭിനയിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരം സ്ലാങ് പറയാം. വലിയ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അല്ലാത്തവന് മാത്രമേ സ്ലാങ്ങുമേ പിടിച്ചിട്ടുള്ള കളിയുള്ളൂ. അങ്ങനെ അസലായിട്ട് ഇപ്പോ പ്രാഞ്ചിയേട്ടൻ നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ചില്ല. പ്രാഞ്ചിയേട്ടൻ്റെ ഒന്നും അതിനുശേഷം അതിന് ശേഷമാണ് ഈ സംഭവം വരുന്നത്. അസലായിട്ട് ഞാൻ തൃശ്ശൂർ ഭാഷ പറഞ്ഞു. അതിലൊരു ദേവസ്വം ബോർഡ് ചെയർമാൻ രവി എന്നാണ്. എന്തുടറടി എന്തുടന്ന്. അപ്പൊ നമുക്ക് പറ്റും. ഞാൻ തൃശ്ശൂരാണ് പഠിച്ചത്. തിരുവനന്തപുരത്ത് കുറെ കാലം ഈ സീരിയലൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്ത് എന്തൊരു കഴിക്കാൻ വേണ്ടതടി, ആ പുട്ടുണ്ടടി, പുട്ടും പയറും തരി ഇതൊക്കെ നമ്മക്കേ. ഇതൊക്കെ മമ്മൂക്ക ആ കാര്യത്തിൽ നമ്മളെ ഏറ്റവും ഭയങ്കരമായിട്ട് താണ്ട മമ്മൂക്കാൻ്റെ. മമ്മൂക്ക കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള സ്ലാങ് പറഞ്ഞു. അതൊരു മനുഷ്യന്റെ ഒരു ഡെഡിക്കേഷൻ. അയാളെ ഫീൽ എന്താ പറയാ, അയാള് അതിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാൻ. അങ്ങനെയാണല്ലോ. അല്ലാതെ എനിക്ക് മറ്റേ ഭാഷ പറയാൻ അറിയില്ല, ഞാൻ മാറിക്കാട്ടോ എന്ന് പറയാ ആരെങ്കിലും? ഇല്ല. വിജയന്റെ ഭാര്യ പുറത്തുപോയെന്ന് പറഞ്ഞു. മക്കൾ എത്ര പേരാ ഉള്ളേ? ഒരു മോളാണ്. ഒരു മോളേ ഉള്ളൂ.
അവള് BEd പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഫൈനൽ ഇയർ ആണ്. ഇന്ന് മഴയായതുകൊണ്ട് അവധി കിട്ടി. കുട്ടികളല്ലേ, കുട്ടികളും ടീച്ചർ കുട്ടികൾക്കും അവധി കൊടുക്കും സർക്കാർ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കം. മോളെ വാ. ഹലോ, പേര് കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ. പഠിപ്പിക്കാൻ പോകുന്ന എന്താ കുട്ടിയാണ് അല്ലേ? ടീച്ചർ ആവാൻ പോകുന്ന കുട്ടിയാണ്. പിന്നെ അവധി കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ പറയുമോ മോള്? അഭിനയിക്കണം എന്ന ആഗ്രഹം പറയില്ല, പക്ഷെ അവൾ അഭിനയിച്ചിട്ടുണ്ട്. ആംഗ്ലോ ഇന്ത്യയിൽ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അവളൊരു യൂത്ത് ഫെസ്റ്റിവലിന് ഒരു നാടകത്തിൽ അഭിനയിച്ചു. പക്ഷെ അഭിനയിക്കും. അതേപോലെ ആ സ്കൂളിൽ തന്നെ ഒരു 2-3 പ്രാവശ്യം മോണാക്ടിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ സ്വയമാണ് അത്, മറ്റൊരാളെ ഇടപെടാൻ പാടില്ല, സ്വന്തമായിട്ട് എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ട് അവൾക്ക്. അവള് പറയും അച്ഛൻ കളിക്കുന്നത് ചിലപ്പോൾ നാടകമാകുന്നുണ്ട് കേട്ടോ. ഇപ്പം പറയുന്നുണ്ട് ഇപ്പൊ അച്ഛൻ ഒരു സിനിമയിലെ ഒരു ഇതിലേക്ക് വന്നു എന്നൊക്കെ. അച്ഛന്റെ ഏതാ കഥാപാത്രം ഇഷ്ടം? അച്ഛൻ്റെ കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട മായാവിയിലെ ക്യാരക്ടറാണ്. പിന്നെ ഈ അടുത്ത് തലവൻ സിനിമയിലെ അതൊരു കുറെ കാലത്തിന് ശേഷം നല്ലൊരു ക്യാരക്ടർ കിട്ടി, എല്ലാരും ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടി. അങ്ങനത്തെയൊക്കെ കിട്ടിട്ടല്ലേ അച്ഛന്? അച്ഛൻ ഇടയ്ക്ക് ഇങ്ങനെ ഡെസ്പായി പോകുമ്പം ഒന്നിങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. BEd സൈക്കോളജി ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അതെ അതെ ഒരു എങ്ങനെയാ പറയാ, അച്ഛൻ എന്ത് ഇതിപ്പോ ഓരോന്നും കാലൊന്നും പിടിക്കാൻ പോണ്ടെന്നൊക്കെ ഒരു ലൈനിലുള്ള ഒരു സംഭവം. അങ്ങനെ കാത്തിരുന്നാല് ഇപ്പൊ അതിൽ വലിയൊരു ഉദാഹരണം, ഞാൻ മുമ്പേ രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഞാനും ജയരാജനോട് ലോഹിദാസിനെ കാണാൻ വേണ്ടി പോയതാ, ലക്കിടി. അപ്പൊ അവിടെ ലോഹിദാസ് അന്ന് ഉണ്ടായില്ല. അപ്പോൾ ലോഹിദാസ് ഇല്ലാതെ അപ്പൊ ഞങ്ങള് തിരിച്ചു വരുമ്പോൾ അവിടെ രാപ്പകലിന്റെ ഷൂട്ടിംഗ് ഉണ്ട് വരിക്കശ്ശേരി. അപ്പോൾ നമുക്കൊന്ന് പോയാലോ എന്ന് ആലോചിച്ചു. മമ്മൂക്ക ഉണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോൾ പോയി കാണാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ബ്രേക്കാണ്, രാത്രിയാണ് കേട്ടോ സമയം. ബ്രേക്കിൽ അവിടെ ആരെയും കാണുന്നില്ല. അവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ച. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതായപ്പോഴേ അപ്പം ഞാൻ ചോദിച്ചു മമ്മൂക്ക ഉള്ളിൽ ശ്രമിക്കുക. അപ്പം നോക്കുമ്പോൾ ഞാൻ മെല്ലെ അതിലൊക്കെ കടന്നു നോക്കുമ്പോൾ ഒരു ഇരുട്ടുള്ള മുറിയിൽ മൂപ്പരുണ്ട് ഇങ്ങനെ മലർന്നു കിടക്കുന്ന ഒരു ലുങ്കിയും ഒരു ബനിയനും ഇട്ടിട്ട്. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റു. അന്നൊക്കെ ഭയങ്കര സ്നേഹമായിട്ട്, കമൽ ഇത് വിജയൻ കാരന്തൂർ മഹാനായ നടനാണ്, അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി കമൽ സാറിന്. പക്ഷെ ഇയാൾക്കൊരു കുഴപ്പമുണ്ട്. അതായത് ഇയാള് നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് ചട്ടിയൊക്കെ കലമൊക്കെ മോറി കമഴ്ത്തിക്കഴിഞ്ഞാൽ ഇയാൾ വരും അത്താഴമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അത് മനസ്സിലായോ? ഇതൊരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബന്ധപ്പെടൂല, അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ന് പുള്ളി ഭയങ്കര ഭംഗ്യന്തരയാണ് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞ അതല്ല കാരണം എന്തല്ല, ഞാനൊക്കെ എപ്പോഴും ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാം, ഞാനിപ്പോഴും സംവിധായകരൊക്കെ ആയിട്ട് എനിക്കൊരു വേഷം തരും, എനിക്കൊരു വേഷം, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ആരും നമുക്ക് വീട്ടിൽ കൊണ്ട് തരില്ല എന്നൊക്കെ. അതൊക്കെ കേട്ടപ്പോൾ ഞാനിങ്ങനെ കുറെ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു, ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു വലിയൊരു സംഭവം. ഇപ്പൊ ഏതൊരു ലൊക്കേഷനിലെന്ന് ഞങ്ങൾ 10 സിനിമയിലധികം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്നിച്ചിട്ട്. അപ്പോൾ ഏത് ലൊക്കേഷനിൽ കണ്ട ആടാടാടാ ഈ സിനിമയിൽ നീ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വളരെ നമുക്ക് തന്നെ റെക്കമെൻഡ് ചെയ്ത 1-2 സിനിമകളുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആശ്രിത വത്സലനായിരുന്നു. ഇപ്പോ ഒരുപാട് സിനിമയിൽ അപ്പം ബെസ്റ്റ് ആക്ടറിലൊക്കെ അഭിനയിക്കുമ്പോഴൊക്കെ നല്ല ഒരു ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. മറ്റേ രാജമാണിക്യത്തിലെ മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ക്യാമറേൻ്റെ ഒരു ആംഗിളും ടെക്നിക്കും അറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ വെച്ച് കാറിന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നു, മമ്മൂക്ക കാറിൽ ഞാൻ പുറത്ത്. അപ്പം ഞാനിങ്ങനെ മമ്മൂക്കനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എൻ്റെ തല കട്ടാവും, ഞാൻ അറിയുന്നില്ല. അപ്പുറമാണ് ക്യാമറ, എടാ താന്ന് കിടന്നിൻ്റെ മുഖമൊന്നും കാണണ്ടേന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ഓരോരോ സംഭവങ്ങൾ. ഇപ്പം ലാൽ സാറായാലും അങ്ങനെ, ലാലേട്ടൻ, പിന്നെ മൂപ്പര് അങ്ങനെ ഒരു വിഷയം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ക്ലോസ് ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും വലിയ കാര്യമാണ്. ഇപ്പം എല്ലാവരും ഇപ്പം ഈ ഒരു കാലത്തിൻ്റെ ഇടയ്ക്ക് മലയാളത്തിലെ എന്താ പറയുക പ്രമുഖരായിട്ടുള്ള എല്ലാ നടന്മാരുടെയും കൂടി അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ പുതുതലമുറയിലുള്ള ആളുകളെ കൂടെ ഒക്കെ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ എന്തോ ഒരു സുഹൃതാണ്.
പിന്നെ അപ്പൊ അതൊക്കെ ആലോചിക്കാനായിരിക്കും ഇനിയിപ്പോഴുള്ള സംഭവം. അയവിറക്കുക എന്നൊക്കെ പറയില്ല, അയവെട്ടുന്ന മൃഗമേതെന്ന് ചോദിച്ച മാതിരി വിജയൻ കാരന്തൂർ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോ എന്തായാലും പ്രതീക്ഷ ഉണ്ട്. ഒന്ന് രണ്ട് നല്ല വേഷങ്ങളോട് ഒക്കെ ചെയ്തിട്ട് നല്ല എന്താ പറയാ അവർ ഭയങ്കര ത്രില്ലാ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന സെറ്റുകൾ. ഇപ്പൊ ഷട്ടർ എന്ന് പറഞ്ഞൊരു സിനിമ, ഷട്ടർ എന്ന് പറഞ്ഞൊരു സിനിമയിലൊക്കെ നമുക്ക് കിട്ടിയൊരു സ്വാതന്ത്ര്യം അതാണ്. അതിൽ നിന്നൊക്കെയുള്ള കുറെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ ഇംപ്രവൈസ് ചെയ്തതാണ്. അപ്പൊ ജോയേട്ടൻ പറയാം, എടാ ആ സീനിൽ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോടെന്നൊക്കെ കൊഴിപ്പിച്ചോളൂ. അപ്പൊ അങ്ങനെയാണ് ഞാനൊരു ഇതിന്റെ ഉള്ളില് ലാൽ സാർ അതിന്റെ ഉള്ളില് കുടുങ്ങിയിട്ട് പുറത്തിരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. എവിടെ മറ്റവൻ അവന്റെ വാപ്പ ഒരു മീൻകാരനല്ലേ അതിർമാൻ ഒക്കെ പറഞ്ഞിട്ടൊക്കെ ആ ഒരു ഡയലോഗ് നമ്മള് കൈ നിൽക്കാം. അപ്പൊ അതേപോലെ ഇപ്പൊ സത്യേടന്റെ ഒക്കെ സെറ്റ്, സത്യേടൻ അങ്ങനെ നന്നായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും. നീ എപ്പോഴും ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ട, ക്യാമറയാണ്, നീ സ്റ്റേജിൽ ചെയ്യുന്ന മാതിരി പ്രൊഫൈലായി നിന്നാലും അതിന്റെ ഒരു ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടേ. ജോഷി സാർ അതുപോലെ, ജോഷി സാറ് പേടിയാണല്ലോ, എല്ലാവർക്കും പേടിയാണ്. നെറ്റിലൊക്കെ പേടിച്ച പിന്നെ മൂപ്പര് പറയും, നീ എന്തിങ്ങനെ കളിക്കുന്നത്, നിനക്ക് രക്ഷപ്പെടണ്ടേ, അങ്ങനെയല്ലേ, നീ മണികണ്ഠനെ നോക്ക് മറ്റേ നോക്ക് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല സാറേ അങ്ങനെ ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല. അതേപോലെ ഏത് സമയവും വിളിക്കുക ജോഷി സാറിന്, അങ്ങനെ ഒരു ഗുണമുണ്ട്. ജോഷി സാറിനെ ഇപ്പോൾ ഒന്ന് വിളിച്ചാൽ ജോഷി സാറിന് ആ സമയത്ത് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലേ ജോഷി സാർ തിരിച്ചു വിളിക്കും, തിരിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള പക്ഷെ പലരും പലരും ഫോൺ എടുക്കൂല, എടുത്താൽ തന്നെ ഞാൻ ബിസിയാന്ന് പറയും. പക്ഷെ അവിടെയൊക്കെയാണ് നമ്മളെ അവരൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള പ്രഗത്ഭരായ സംവിധായകരുടെ കൂടെയും പ്രഗത്ഭരായ നടന്മാരുടെ കൂടെയൊക്കെ എന്താ പറയാ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബോണസ്. ശരിക്കും ആ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് പതറിപ്പോയിരുന്നു. പതറിപ്പോയി വെച്ചാല് ഒരു ഘട്ടത്തിൽ ഇത് ഡയഗ്നൈസ് ചെയ്തു. അപ്പം പിന്നെ ആദ്യം മോള് ഭയങ്കര, ഞാനിങ്ങനെ പെട്ടെന്ന് ഒന്നും പറയാനില്ല എനിക്ക്. പിന്നെ രണ്ടാളോടി നോക്കി ഇങ്ങനെ, ശരിക്കും പറഞ്ഞ സിനിമയിലൊക്കെ ഉള്ളതാ, പെട്ടെന്ന് രണ്ടാളങ്ങ് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ ആലോചിച്ചു, ക്യാൻസർ ഒന്നും അല്ലല്ലോ, ചിലപ്പോൾ അത് ക്യൂറബിൾ അല്ലേ ഈ സംഭവം, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിനിതാക്കി. അതേപോലെ തന്നെയാണ് ഈ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ 5-6 വർഷം മരുന്നിൽ തന്നെ ഒരു പ്രശ്നമില്ലാതെ പോയിരുന്നു. പിന്നെ ഈ ഒരു ന്യൂമോണിയ വന്നു, കൊറോണ സെക്കൻഡ് ടൈം വന്നു, അങ്ങനെയെല്ലാം കൂടി അപ്പോഴാണ് ഇതെല്ലാം വഷളായത്. പക്ഷെ പിന്നെ എനിക്ക് അപ്പോഴാണ് എൻ്റെ ഒരു സൗഹൃദത്തിന്റെ ഒരു കരുത്ത് മനസ്സിലാകുന്നത്. അപ്പോഴാണ് എല്ലാവരും ഷെയർ ചെയ്ത്, എല്ലാവരും ഈവൻ ഒരു 10 രൂപ വരെ അയച്ച കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോടൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു കടപ്പാടാണ്. ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പറ്റി. ഒരു ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചില്ല ഞാൻ അങ്ങനെയൊക്കെ എണീറ്റ് നിൽക്കുവോ. പലരും വിചാരിച്ചു ഞാൻ എന്താ പറയാ രണ്ടാളെ സഹായമൊക്കെ വേണ്ടി വരും നടക്കാന്നൊക്കെയാണ്. അഹങ്കാരം പറയല്ലേ, പക്ഷെ ദൈവത്തിന്റെ ഒക്കെ ഒരു നമ്മളെ എന്തോ ഒരു ശക്തി, അദൃശ്യ ശക്തി നമ്മളെ എന്താ പറയാ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു സംഭവം. ഇപ്പോ ഇന്ന് MT സാറിന്റെ മഹാനായ മലയാളത്തിന്റെ മഹാനായ MTന്റെ പിറന്നാളാണ്, 91ാം പിറന്നാളാണ്. ഇന്ന് ഒരു പരിപാടി ഉണ്ട് എറണാകുളത്ത്. അദ്ദേഹത്തിന്റെ 10 സംവിധായകർ ചെയ്ത അതില് ഒരു ഇതില് അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടി. അതായത് ഓളവും തീരവും PN മേനോൻ ചെയ്ത സിനിമയില് പറവൂർ ഭരതേട്ടൻ ചെയ്ത ക്യാരക്ടർ, ആ ക്യാരക്ടർ സുലൈമാൻ, ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. അപ്പോഴേക്കൊക്കെ എനിക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പം നോക്കുമ്പോൾ അക്കാലത്തെ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ വേറെ ആരാണ് ഡബ് ചെയ്തത് ആണ് ചെയ്യല്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. പ്രിയദർശനെ പോലുള്ള ഒരു എന്താ പറയുക ഒരു ഇന്റർനാഷണൽ ഒരു ഡയറക്ടർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അത്രയും പടങ്ങൾ ചെയ്തു. ഹിന്ദിയിലും മലയാളത്തിന്റെ പ്രിയദർശൻ എന്ന് പറയാൻ പറ്റൂല, കാരണം എല്ലാ ഭാഷകളിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളിയൊക്കെ നല്ല സംഭവങ്ങൾ വരും നമ്മളെ പ്രോത്സാഹിപ്പിക്കും. നമുക്ക് അദ്ദേഹമൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയാ ഞാൻ പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവം അതൊക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നതേ മലയാള സിനിമ വേറെ അതിന്റെ ഒരു ട്രെൻഡൊക്കെ മാറി. എന്താ വെച്ചാല് ഇപ്പം കുറച്ചാളുകൾ, അതായത് ഒരു എന്താ പറയാ ഒരു കമ്മ്യൂൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിനിമ കമ്മ്യൂൺ, അതില്
സംവിധായകരുണ്ടാവും, തിരക്കഥാകൃത്തുക്കളുണ്ടാവും, നടന്മാരുണ്ടാവും, പ്രൊഡ്യൂസർമാരുണ്ടാവും, സിനിമാറ്റോഗ്രാഫേഴ്സ്, അങ്ങനെ ഒരു കോക്കസ്. അതിൽ നിന്ന് വേറെ ആരെങ്കിലും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കളിക്കണമെങ്കിൽ കുറച്ചാളെ, സ്ഥിരം ഇൻഡസ്ട്രിയിലുള്ള കുറച്ചാളെ, അല്ലാതെ ആ ഒരു ടീമിന്റെ സിനിമകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ടോ, എന്റെ അടുത്ത പടത്തിൽ ഞാൻ ഇതങ്ങ് പൊളിച്ചു കളയാണ്, വേറെ പുതിയ ആളുകളെയൊക്കെ കൊണ്ട്. ഞാൻ ഈ സിനിമ നടക്കുമ്പോഴേ വിനീതുമായിട്ട് നല്ല ബന്ധമായി ഉണ്ടായി. അപ്പോൾ അതിനുശേഷം വിനീത് ചെയ്തില്ലേ അന്നൊരിക്കൽ എന്ന് പറഞ്ഞ സിനിമ, അല്ല അന്നൊരിക്കലല്ല, വർഷങ്ങൾക്ക് ശേഷം. ആ സിനിമയുടെ സമയത്ത് ഞാൻ വിനീതിനെ വിളിച്ചു നോക്കി, ഫോൺ എടുക്കുന്നില്ല, എന്താ ചെയ്യാൻ. ഒരു പക്ഷേ പുള്ളി എന്റെ തിരക്കിലായിരിക്കും. എന്നാലും നമ്മള് ഇപ്പൊ ചെന്നൈയിലൊക്കെ പോയി കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അങ്ങനെ പിന്നെ കുറച്ച് കാസ്റ്റിംഗ്, ഞാനൊരു കുറ്റപ്പെടുത്തില്ല, കുറച്ച് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട് മലയാള സിനിമയിൽ. എന്താ വെച്ചാൽ പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ. ഞാനൊരു താപ്പാനിയായിട്ട് പറയുന്നതല്ല. അതായത് കുറച്ച് ആളുകളെയൊക്കെ കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാം. അപ്പൊ നമ്മളൊക്കെ എന്തായാലും മിനിമം ഒരു സംഖ്യ തരണ്ടേ, നമുക്ക് അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് ആൾക്കാരെ ഒന്ന്, അല്ല അങ്ങനെയാണ് കേട്ടോ സിനിമയിൽ ഞാനും ഒക്കെ വന്ന് അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ബാക്കിയുള്ളവര് എന്താ പറയാ, ഏതെങ്കിലും ഒരു 10 പടം അങ്ങനെ ചെയ്യുമ്പോഴോ ഒരു പടത്തിലെങ്കിലും നമ്മളെ ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് തന്നെ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവര് ഭയങ്കര അതില് ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോ, എടാ എന്തെങ്കിലും ഒന്ന് നമുക്ക് താടാ. ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ട്, കാസ്റ്റിംഗ് ഡയറക്ടർ സാറേ നമ്മളൊക്കെ അവിടെ ഉണ്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെയുണ്ട് സംഭവം. പിന്നെ ഓഡിഷൻ അല്ല, കുറെ ആളുകൾ സിനിമയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, എല്ലാവർക്കും പ്രിയപ്പെട്ട വിജയന്റെ വിശേഷങ്ങൾ എല്ലാവരും കേട്ടല്ലോ. എന്നോട് ഇപ്പൊ പുതിയ സിനിമ തലവനില് അഭിനയിച്ചിരിക്കുവാണ്. ഈ പുതിയ സിനിമകളിലേക്ക് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്, റിലീസ് ഓക്കെ. അപ്പൊ ഇനിയും പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഞങ്ങളും കാത്തിരിക്കുന്നു വിജയനെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ അവസരങ്ങളും ഉണ്ടാവട്ടെ, വിജയങ്ങളും വരട്ടെ, എല്ലാ ആശംസകളും. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമസ്കാരം, താങ്ക് യു.